ഞങ്ങൾ ഞങ്ങളുടെ റൂമൊക്കെ മാറി പുതിയ സ്ഥലത്തിട്ട് പോവാണ്. ഞങ്ങൾക്ക് പുതിയ വർക്ക് തുടങ്ങാൻ സമയമായി. അപ്പോൾ ഇവിടുന്ന് മാറണമല്ലോ. അപ്പോൾ എല്ലാവരും പെട്ടിയൊക്കെ താഴത്തേക്ക് വെച്ച് റെഡി ആയിട്ട് നിൽക്കണേണ് കാറ് വരാനായിട്ട്. ഞാനാണ് അപ്പോൾ താഴത്ത് പെട്ടിയും തലയിൽ നടക്കണേണ്. അപ്പോൾ കാറ് വന്നെ വരെ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഒരു വീഡിയോ ഒക്കെ എടുത്തോടെ നടന്ന്. അപ്പോൾ ഈ അപ്പാർട്ട്മെൻറ്റിനോട് ബൈ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾക്ക് പോകാനുള്ള കാറ് വന്നിട്ട് ഞങ്ങൾ കാറിൽ കയറി പോവാണ്. ലാറ്റ്വിയൻകാരാണ് വണ്ടി ഓടിക്കണത്. പുള്ളി ലാറ്റ്വിയയിൽ എന്തൊക്കെ സംസാരിക്കുന്നുണ്ട്, പക്ഷെ നമുക്കൊന്നും മനസ്സിലാവില്ല. എന്നോട് കാർ ഓടിച്ചോളാൻ പറഞ്ഞെന്ന് തോന്നുന്നു. പിന്നെ നേരെ പെട്രോൾ പമ്പിൽ കയറി. നമ്മുടെ നാട്ടിലെ പോലെ അല്ലല്ലോ, ഇവിടെ തന്നെ അടിക്കണമല്ലോ. അപ്പോൾ നമ്മൾ കാഴ്ചകളെ കണ്ട് പോകുന്നു. ഞങ്ങൾ മൊത്തം 10 പേരുണ്ട്. 5 പേര് നമ്മുടെ ഒപ്പം ഉണ്ട്, ബാക്കി 5 പേര് അപ്പുറത്തെ കാറിൽ. ഞങ്ങൾ 5 പേര് ഇതാണ്. ഞങ്ങപ്പോൾ കാഴ്ചകളെ കണ്ട് പോകണം. അവിടുത്തെ ലാറ്റ്വിയയിലെ നഗരങ്ങളൊക്കെ കണ്ട് ലാറ്റ്വിയൻ ഫ്ലാഗൊക്കെ തൂക്കിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ നല്ല മഴയാണ്, അത്യാവശ്യം നല്ല മഴയുണ്ട്. പുള്ളിയാണെങ്കിൽ 100 പടയ്ക്കാണ്. അങ്ങനെ ഞങ്ങൾ വർക്ക് സ്ഥലത്തെത്തി. ഞങ്ങളുടെ പുതിയ അക്കോമഡേഷൻ ഇതാണ്. മരത്തിൻ്റെ ഓരോ ചെറിയ ചെറിയ വീടുകളാണ്. ഓരോ റൂമിൽ 6 പേര് 5 പേരൊക്കെയാണ്. നല്ല തണുപ്പുള്ള സ്ഥലം കേട്ടോ. പുറത്ത് തണുപ്പാണെങ്കിലും അകത്ത് ചൂടാണ്. പിന്നെ ഇവിടുത്തെ ആൾക്കാരൊക്കെ ആയിട്ട് കമ്പനിയായി ഞങ്ങൾ വോളിബോൾ കളിക്കാൻ തുടങ്ങി. അങ്ങനെ സംസാരിച്ച് ബോൾ കിട്ടി, നെറ്റ് കിട്ടി, ഒരു കോർട്ട് കിട്ടി, റെഡിയാക്കി. അപ്പം എന്താ ഇവിടുത്തെ പെൺപിള്ളേർ വന്നിട്ട് ഞങ്ങളെയും കൂട്ടുമെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞാൽ കൂടിക്കോ പിന്നെന്തേ. അങ്ങനെ അപ്പോൾ അവരും കൂടി. അങ്ങനെ അവരൊക്കെ ആയിട്ട് വോളിബോളൊക്കെ കളിച്ച് സമയമൊക്കെ പോയി. പിന്നെ ഇവിടുത്തെ മെയിൻ കാഴ്ച എന്ന് പറഞ്ഞാൽ ബ്ലൂബെറിയാണ്. നാട്ടിൽ കണ്ടിട്ടില്ല, തിന്നിട്ടില്ല. ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ. ഒരു 150 ഏക്കറോളം അങ്ങനെയാണെന്ന് പറഞ്ഞ് ഇവർ പറഞ്ഞത്. ഇവിടെ ഇതൊക്കെ തന്നെ ഇവിടുത്തെ മെയിൻ പരിപാടി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേസ്റ്റൊക്കെയാണ്. അങ്ങനെ കുറേയൊക്കെ പറിച്ച് തിന്ന്. ഇതൊക്കെ തന്നെയാണ് മെയിൻ പരിപാടി എന്ന് പറഞ്ഞു ഇവിടെ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരാം. ഓക്കെ, ബൈ.